വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിർഷ്സ്പ്രങ്സ് ഡിസീസിനെ കുറിച്ചാണ്. അപ്പോൾ ത്രൂ ഔട്ട് ഈ വീഡിയോയിൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻ്റെ പേര് വീണ്ടും വീണ്ടും പറയേണ്ടി വരും എന്നുള്ളതുകൊണ്ട് ഷോർട്ടായിട്ട് HD എന്ന് പറയാം. സോ HD എന്താണെന്ന് നോക്കാം. സോ ഹിർഷ്സ്പ്രങ് ഡിസീസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കൺജനറ്റൽ ഡിസോർഡർ വിച്ച് അഫക്ട് ദി ഇൻറ്റസ്റ്റൈൻ. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഇൻറ്റസ്റ്റൈൻ്റെ പല പോർഷൻ അല്ലെങ്കിൽ മേ ബി യൂഷ്വലി കാണുന്നത് ഡിസ്റ്റൽ പാർട്ട് ഓഫ് കോളനിലാണ്. ഇവിടെ വന്നിട്ട് ഗാംഗ്ലിയോൺ സെൽസിൻ്റെ ആബ്സെൻസ് കാണാൻ പറ്റും. അപ്പോൾ ഈ ഗാംഗ്ലിയോൺ സെൽസ് എന്താ ചെയ്യാന്ന് വെച്ചാൽ നോർമലി ഉള്ളൊരു ബേബിയിൽ ഗാംഗ്ലിയോൺ സെൽസ് ഇൻറ്റസ്റ്റൈൻ്റെ നോർമലായിട്ടുള്ള റിലാക്സേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഗാംഗ്ലിയോൺ സെൽസിൻ്റെ ആബ്സെൻറ്റോട് കൂടെ the intestine loses its ability to relax normally. Also functional ആയിട്ടുള്ള intestinal obstruction ഉണ്ടാവും, leading to severe constipation and abdominal distension. ഇനി ഇതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് നോക്കുകയാണെങ്കിൽ 17th സെഞ്ച്വറിയിലാണ് ആദ്യമായിട്ട് ഈ ഒരു കണ്ടീഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ദെൻ 1886ഓടുകൂടെ ഹെറാൾഡ് ഹിർഷ്സ്പ്രങ് ആണ് ഈ ഡിസീസ് ശരിക്കും കോയിൻ ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ആ ഒരു ടൈമിൽ 2 കേസസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചിൽഡ്രൻസിൻ്റെ ആ ടൈമിലുണ്ടായിരുന്ന മാനിഫെസ്റ്റേഷൻസ് എന്ന് പറയുന്നത് സിവിയർ ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷനും എൻലാർജ്ഡ് കോളനുമായിരുന്നു. സോ ഇനീഷ്യലി നമ്മൾ കരുതിക്കൊണ്ടിരുന്നത് ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ഡയലേഷൻ ഓഫ് ദ കോളൻ ആൻഡ് ലേറ്റർ നമുക്ക് മനസ്സിലായി ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ഗാംഗ്ലിയോൺ സെൽസ്. 1940s കൂടിയാണ് ഈ ഗാംഗ്ലിയോണിക് ബവൽ സെഗ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ കൺഫേം ചെയ്യുന്നത്. ദെൻ ഇതിന് എംബ്രിയോളജി നോക്കാം. സോ എംബ്രിയോളജിക്കൽ ഡെവലപ്മെൻറ്റ് ടൈമിൽ നമ്മുടെ ന്യൂറൽ സെൽസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുള്ളതാണ് ന്യൂറൽ സെൽസ് ആൻഡ് അതിൻ്റെ ഒരു ബഞ്ച് ഓഫ് സെൽസിനാണ് നമ്മൾ ന്യൂറൽ ക്രസ്റ്റ് സെൽസ് എന്ന് പറയുന്നത്. സോ എംബ്രിയോളജിക്കൽ ഡെവലപ്മെൻറ്റ് ടൈമിൽ നോർമൽ ഒരു ബേബിയിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ സോ ഈ ന്യൂറൽ സെൽസ് ആണ് എൻട്രിക് സിസ്റ്റത്തിന് ഡെവലപ്പ് ചെയ്യുന്നത്. അതിൽ നിന്നാണ് എൻട്രിക് സിസ്റ്റം ഡെവലപ്പായി വരാറുള്ളത്. ഇറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ സെൽസ് ആണ്. വളരെ പല ബോഡി പാർട്സ് ഇതിൽ നിന്ന് ഡെവലപ്പ് ആവും. അപ്പോൾ എൻട്രിക് സിസ്റ്റവും ഇതിൽ നിന്നാണ് ഡെവലപ്പ് ആവുന്നത്. സോ ഈ ന്യൂറൽ സെൽസ് അപ്പർ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ഡിസ്റ്റൽ കോളനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് നോർമൽ കേസസിൽ ഉണ്ടാവുന്നത്. ബട്ട് HD ആയിട്ടുള്ള ഒരു ബേബിയിൽ എന്താ കാണാന്ന് വെച്ചാൽ ഈ ഒരു മൈഗ്രേഷൻ ഉണ്ടാവില്ല. സോ ദർ ഇസ് ദ ഫെയിലിയർ ഇൻ മൈഗ്രേഷൻ ഓഫ് ന്യൂറൽ ക്രസ്റ്റൽസ്. അപ്പോൾ അപ്പർ ഇൻറ്റസ്റ്റൈൻ ടു ഡിസ്റ്റൽ കോളൻ ഈ ഒരു സെൽസ് മൈഗ്രേറ്റ് ആവുന്നില്ല. അപ്പോൾ പല പാർട്ടിലും എന്താ ഇതേപോലെ നമുക്ക് ഗാംഗ്ലിയോണസിസ് കാണാൻ പറ്റും. അപ്പോൾ മൈഗ്രേഷൻ അറസ്റ്റഡ് ആകുന്നു. ഗാംഗ്ലിയോൺ സെൽസ് പല പാർട്ടിലും ഉണ്ടാവില്ല. സോ ഗാംഗ്ലിയോൺ സെൽസ് ഫെയിൽസ് ടു ഡെവലപ്പ് ഇൻ പാർട്ട് ഓഫ് ദ ബവൽ. അഫക്റ്റഡ് സെഗ്മെൻറ്റ്സ് വന്നിട്ട് നാരോ ആൻഡ് കോൺട്രാക്ട് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഇമേജിൽ കാണുന്ന പോലെ ഈ ഒരു റീജിയനിലുള്ള ഈ ഒരു പോർഷൻ വന്നിട്ട് വളരെ നാരോ ആണ്. അപ്പോൾ ബിക്കോസ് ഓഫ് ദ ആബ്സെൻസ് ഓഫ് ഗാംഗ്ലിയോൺ സെൽസ്. ദെൻ പ്രോക്സിമൽ ബവൽ. ഇതിൻ്റെ പ്രോക്സിമൽ ബവൽ വന്നിട്ട് വളരെ ഡയലേറ്റഡ് ആണ്. വൈ? ബിക്കോസ് അവിടെ ഫേസസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അക്യുമുലേറ്റ് ആയിട്ട് ഡയലേഷൻ ഉണ്ടാകുന്നുണ്ട്. ഇറ്റ് ക്യാൻ ലേറ്റർ എന്താ മെഗാ കോളനിലേക്ക് പോകും. അപ്പോൾ മോസ്റ്റ്ലി അഫക്ട് ചെയ്യുന്നത് റെക്ടോ സിഗ്മോയിഡ് റീജിയൻ ആണ്. അപ്പോൾ ഇതാണ് റെക്ടം, ദിസ് വൺ ഈസ് ദ സിഗ്മോയിഡ് കോളൻ ആൻഡ് ദിസ് ഈസ് റെക്ടം. അപ്പോൾ ഇതിൻ്റെ ഒരു പോർഷനിലാണ് സാധാരണ ഇത് HD കണ്ടുവരുന്നത് അല്ലെങ്കിൽ ഹിർഷ്സ്പ്രങ് ഡിസീസ് കാണുന്നത് റെക്ടോ സിഗ്മോയിഡ് റീജിയനിലാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എത്തിയോളജി നോക്കാം. ഇപ്പോഴും നമുക്ക് ഇതിൻ്റെ എക്സാക്ട് കോസ് എന്ന് പറയുന്നത് അൺനോൺ ആണ്. ബട്ട് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പല ഫാക്ടേഴ്സും ഉണ്ട്. ലൈക്ക് ജനറ്റിക് ഫാക്ടർ. ഇതിൽ RET എന്ന് പറയുന്ന ഒരു പ്രോട്ടോ ഓങ്കോജീന് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. മോസ്റ്റ്ലി അതിൻ്റെ ഒരു മ്യൂട്ടേഷൻ കാരണം വരാറുണ്ട്. ഇത് മാത്രമല്ല, ബട്ട് ഇതാണ് മോസ്റ്റ് പ്രോമിനൻ്റ് ആയിട്ടുള്ള ജീൻ എന്ന് പറയുന്നത്. ദെൻ ഫാമിലിയിൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, ദെൻ എനി അസോസിയേറ്റഡ് ജനറ്റിക് സിൻഡ്രംസ്, ഇനി ഡെവലപ്മെൻറ്റ് ഫാക്ടേഴ്സ് ആകാം. ഓൾസോ ഇതിൻ്റെ ന്യൂറൽ ക്രസ്റ്റൽസിൻ്റെ മൈഗ്രേഷൻ, ആ ഒരു ഫെയിലിയർ. ദെൻ അസോസിയേറ്റഡ് കണ്ടീഷൻസ് ലൈക്ക് ഡൗൺ സിൻഡ്രം ഉള്ള ബേബീസിൽ HD എന്ന് പറയുന്നത് സംടൈംസ് കാണാറുണ്ട്. ദെൻ CHD, മൾട്ടിപ്പിൾ എൻഡോക്രൈൻ നിയോപ്ലേസിയ, ഇതെല്ലാം കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ഫോർ HD ആണ്. നെക്സ്റ്റ്, സോ ഇതാണ് നമ്മുടെ RET എന്ന് പറയുന്നത് നമ്മുടെ 10th ക്രോമസോമിൽ കാണുന്ന ഒരു ജീനാണ്. ഇത് ആക്ച്വലി നോർമൽ ആയിട്ടുള്ള ന്യൂറൽ ക്രസ്റ്റ് സെൽസിൻ്റെ മൈഗ്രേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിന് മ്യൂട്ടേഷൻ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ മൈഗ്രേഷൻ നടക്കാണ്ടാവും. ഇതിൻ്റെ പത്തോഫിസിയോളജിയിലേക്ക് നോക്കുമ്പോൾ ഗാംഗ്ലിയോൺ സെൽസ് ആബ്സെൻറ്റ് ഇൻ ബവൽ സെഗ്മെൻറ്റ്. ബവൽ സെഗ്മെൻറ്റിൽ ഗാംഗ്ലിയോൺ സെൽസ് ആബ്സെൻ്റ് ആവുന്നു. ദെൻ അഫക്റ്റഡ് സെഗ്മെൻറ്റ്സിന് എന്താ നോർമൽ ആയിട്ടുള്ള റിലാക്സേഷൻ പോസിബിൾ ആവില്ല. ഇത് കാരണം ഒരു ഫങ്ഷണൽ ഒബ്സ്ട്രക്ഷൻ ഡെവലപ്പ് ആവും. ദെൻ ഫീസസ് എന്താണ് ആ ഒബ്സ്ട്രക്ഷന് മേലെ അക്യുമുലേറ്റ് ആകും, ലീഡിങ് ടു മെഗാകോളൻ. ഈ ഒരു മെഗാകോളൻ ഡെവലപ്പ് ആവുന്നതുകൊണ്ട് തന്നെ എന്താ അവിടെ വല്ലാണ്ട് പ്രഷർ കൂടും. ഈ പ്രഷർ കൂടുന്ന കാരണം 2 കാര്യങ്ങളുണ്ടാകും. വൺ ഇസ് പെർഫറേഷൻ ആൻഡ് അനദർ വൺ ഇസ് എൻഡ്രോകൊളൈറ്റിസ്. ദെൻ ഇതിൻ്റെ ഹിസ്റ്റോപതോളജിയിൽ നോക്കുകയാണെങ്കിൽ നോർമൽ കേസിൽ ഗാംഗ്ലിയോൺ സെൽസ് എന്താ നമ്മളുടെ മ്യൂക്കോസ എടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു റീജിയൻ മ്യൂക്കോസ, ദെൻ സബ് മ്യൂക്കോസ ആൻഡ് മസ്കുലാരിസ്. ഇവിടെ നമുക്ക് ഓർബ്ലാക്ക് പ്ലെക്സസ് ഉണ്ട്. ഓർബ്ലാക്ക് പ്ലെക്സസിൻ്റെ അകത്ത് നമുക്ക് ഗാംഗ്ലിയോൺ സെൽസിനെ കാണാൻ പറ്റും. ഈ ഒരു ഇമേജിൽ കാണുന്ന ഈ ലാർജ് റൗണ്ട് സെൽസ് ആണ് ഗാംഗ്ലിയോൺ സെൽസ്. അപ്പോൾ ഇത് നമുക്ക് നോർമലി എന്താ ഒരു നോർമൽ ആയിട്ടുള്ള HD ഇല്ലാത്തൊരു ബേബിയിൽ കാണാൻ പറ്റും. ഇത് നമുക്ക് ഒരു ഇമ്മ്യൂണോ ഹിസ്റ്റോ കെമിസ്ട്രി ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് കാൽബ്രറ്റിൻ എന്ന് പറയുന്ന ഒരു
കാൽഷ്യം ബൈൻഡിങ് പ്രോട്ടീൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് സ്റ്റെയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് അപ്പിയറൻസ് ഒക്കെ കിട്ടും. ഇതാണ് നോർമൽ കേസിൽ നടക്കുന്നത്. ബട്ട് ഒരു ഹിർഷ്സ്പ്രൂങ് ഡിസീസുള്ള ഗാംഗ്ലിയോണിക് സെഗ്മെന്റ് എടുക്കുമ്പോഴേക്കും നമുക്കിവിടെ ഓർബാക് പ്ലെക്സസിൽ വന്നിട്ട് ഗാംഗ്ലിയോൺ സെൽസ് ആബ്സെന്റ് ആയിരിക്കും. ഇവിടെ സെൽസ് നമുക്ക് കാണാൻ കിട്ടത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഇമ്മ്യൂണോ ഹിസ്റ്റോ കെമിസ്ട്രി ഒക്കെ എടുക്കുമ്പോൾ ആ ഒരു മാർക്കർ കാൽറേറ്റിൻ എന്ന് പറയുന്ന മാർക്കർ നമുക്ക് കാണാൻ പറ്റില്ല, ബിക്കോസ് അത് അവിടെ ആബ്സെന്റ് ആണ്. ദെൻ ക്ലാസിഫിക്കേഷൻ നമുക്ക് 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് ദ ലോങ് സെഗ്മെന്റ്, ദെൻ ഷോർട്ട് സെഗ്മെന്റ്, അൾട്രാ ഷോർട്ട് ആൻഡ് ടോട്ടൽ കൊളോണിക് എഗാംഗ്ലിയോണിസിസ്. ദെൻ ഇതിൻ്റെ മാനിഫെസ്റ്റേഷൻ നിയോണേറ്റ്സിലും ഇൻഫൻസ് ആൻഡ് ചിൽഡ്രൻസിൽ കുറച്ച് വേരിയേഷൻ ഉണ്ട്, വലുതായിട്ടൊന്നുമില്ല. നിയോണേറ്റ്സിൽ എന്ന് പറയുന്നത് മെക്കോണിയം പാസ് ചെയ്യുന്ന അവർ മെക്കോണിയം പാസ് ചെയ്യില്ല, ഫെയിലിയർ ടു പാസ് മെക്കോണിയം വിത്തിൻ 20 to 48 hours. ദെൻ അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ ഉണ്ടാകും, ബിലിയസ് ആയിട്ടുള്ള വോമിറ്റേഴ്സ് കാണാൻ പറ്റും, ദെൻ റെഫ്യൂസൽ ടു ഫീഡ് ആൻഡ് കോൺസ്റ്റിപ്പേഷൻ. ഇൻഫൻസ് ആൻഡ് ചിൽഡ്രൻസിലേക്ക് വരുമ്പോൾ ക്രോണിക് ആയിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ, ദെൻ അബ്ഡോമിനൽ എൻലാർജ്മെന്റ്, പുവർ വെയിറ്റ് ഗെയിൻ, ഡിലേഡ് ഗ്രോത്ത്, അതായത് ഫെയിലിയർ ടു ത്രൈവ് ഒക്കെ ഉണ്ടാവും, FTD ഉണ്ടാവാം. ദെൻ സ്റ്റൂൾ വന്നിട്ട് ഒരു റിബൽ ലൈക്ക് അപ്പിയറൻസ് ആയിരിക്കും, ദെൻ ഫീക്കൽ ഇമ്പാക്ഷൻ. നെക്സ്റ്റ് വൺ ഈസ് കോംപ്ലിക്കേഷൻ. HDയുടെ അല്ലെങ്കിൽ ഹിർഷ്സ്പ്രൂങ് ഡിസീസിൻ്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻട്രോകൊളൈറ്റിസ് ആണ്. ദെൻ ഇൻറ്റെസ്റ്റൈനൽ പെർഫറേഷൻ ഉണ്ടാകാം, സെപ്സിസ്, മാൽന്യൂട്രീഷൻ ആൻഡ് FTT. ഇനി ഇതിൻ്റെ ഡയഗ്നോസിസ് ആസ് യൂഷ്വൽ ഹിസ്റ്ററി കളക്ഷൻ, ഫിസിക്കൽ എക്സാമിനേഷൻ, അബ്ഡോമിനൽ എക്സ്റേ ഒക്കെ എടുക്കാൻ പറ്റും. നമുക്ക് ട്രാൻസിഷൻ സോൺസ് ഒക്കെ കാണാൻ പറ്റും. ദെൻ കോൺട്രാസ്റ്റ് എനിമ കൊടുക്കുക, ആനോറെക്ടൽ മാനോമെട്രി, ദെൻ റെക്ടൽ ബയോപ്സി ആണ് നമ്മൾ ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് HDക്ക് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് മാനേജ്മെൻറ്റ്. നമുക്ക് മെഡിക്കൽ മാനേജ്മെൻറ്റും സർജിക്കൽ മാനേജ്മെൻറ്റും ഉണ്ട്. അപ്പോൾ മെഡിക്കൽ മാനേജ്മെൻറ്റിൽ നമ്മൾ ബബിൾ ഡീകംപ്രഷൻ, ദെൻ ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് മാനേജ്മെൻറ്റ് ഒക്കെ ചെയ്യാം. ഇപ്പോൾ ആ ബേബിക്ക് നമുക്ക് എൻട്രോകൊളൈറ്റിസ് ഉണ്ടെങ്കിൽ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് എല്ലാം കൊടുത്ത് മാനേജ് ചെയ്യാം. ദെൻ ന്യൂട്രീഷണൽ സപ്പോർട്ട്. ഇനി സർജിക്കൽ മാനേജ്മെൻറ്റിൽ നമ്മൾ ചെയ്യുന്നത് ഒരു പുൾ ത്രൂ പ്രൊസീജിയർ ആണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് സ്വെൻസൺസ് പ്രൊസീജിയർ, ഡുഹാമൽ പ്രൊസീജിയർ, സോയേവ് പ്രൊസീജിയർ ആൻഡ് നമ്മൾ കോളോസ്റ്റോമി, ടെമ്പറൽ കോളോസ്റ്റോമിയും ചെയ്യാറുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഡുഹാമൽ പ്രൊസീജിയർ. ദിസ് വൺ ഇസ് ദ ഡുഹാമൽ പ്രൊസീജിയർ. ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അഫക്റ്റഡ് സെഗ്മെൻറ്റ് റിമൂവ് ചെയ്യുന്നില്ല, ബട്ട് പാർഷ്യലി അതിനെ റിമൂവ് ചെയ്തിട്ട് അൺഅഫക്റ്റഡ് ആയിട്ടുള്ള സെഗ്മെൻറ്റ് നമ്മൾ അകത്തുകൂടെ നമ്മൾ എടുത്തിട്ട് നമ്മളത് ലാസ്റ്റ് വന്നിട്ട് അനാസ്റ്റമോസ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ സോയേവ് പ്രൊസീജിയർ. സോയേവ് പ്രൊസീജിയറിൽ നമ്മൾ അൺഅഫക്റ്റഡ് ആയിട്ടുള്ള റീജിയൻസ് നമ്മൾ തമ്മിൽ അനാസ്റ്റമോസ് ചെയ്യും, അഫക്റ്റഡ് റീജിയൻസ് കംപ്ലീറ്റ്ലി നമ്മൾ റിമൂവ് ചെയ്യില്ല. ലാസ്റ്റ് വൺ ഈസ് ദ സ്വെൻസൺസ് പ്രൊസീജിയർ. ഇതിൽ വന്നിട്ട് കംപ്ലീറ്റ് എക്സിഷൻ ഓഫ് ദ എഗാംഗ്ലിയോണിക് സെഗ്മെന്റ് ഓഫ് കോളൻ ആൻഡ് റെക്ടം വിത്ത് ഡിറക്റ്റ് എൻഡ് ടു എൻഡ് കോളോ ഏനൽ അനാസ്റ്റമോസിസ് എബോവ് ദ ഏനൽ സ്പിഞ്ചർ. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അഫക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു റീജിയൻ കംപ്ലീറ്റ്ലി നമ്മൾ എടുത്ത് മാറ്റുക എന്നുള്ളതാണ്. സോ ദിസ് ഇസ് അബൌട്ട് ദ സർജിക്കൽ മാനേജ്മെന്റ്. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് HD അല്ലെങ്കിൽ ഹിർഷ്സ്പ്രൂങ് ഡിസീസ് ആണ്. അതിൻ്റെ ഡെഫിനിഷൻ ഡിസ്കസ് ചെയ്തു, എത്തിയോളജി, പത്തോഫിസിയോളജി, ക്ലാസിഫിക്കേഷൻ, ദെൻ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ, കോംപ്ലിക്കേഷൻ, ഡയഗ്നോസിസ് ഒക്കെ നമ്മൾ പറഞ്ഞു, ആൻഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ആണെങ്കിൽ നമ്മൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. താങ്ക് യു.